ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ജിത്തു ആൻഡ് മീനു. അങ്ങനെ നമ്മൾ ഇന്ന് നമ്മുടെ വണ്ടിക്കുട്ടന്മാരെ എല്ലാം ഒന്ന് വാഷ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വന്നേ, ഇനി എന്തോരം തുടങ്ങാം. വീട്ടിൽ തുണി പോലും നേരെ കഴിവാത്തവൻ വന്നൊന്നും കഴിവുന്നുണ്ടോ? ചുമ്മാ കേട്ടോ, തുണിയൊക്കെ കഴിവും. സ്വന്തം തുണി അവൻ തന്നെ ആട്ടോ കഴിവുന്നത്. അപ്പം നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ചൊന്ന് റെഡിയാക്കി. ഇന്നലെ കൊണ്ടുവന്ന് അവർ വാഷ് ചെയ്തില്ലായിരുന്നു കേട്ടോ. നമ്മൾ ഇന്നലെ പെട്ടെന്ന് പോയി എടുത്തുകൊണ്ട് വരുന്ന വാഷ് ചെയ്തില്ല. അപ്പോൾ ഈ വണ്ടിയും നമ്മുടെ ആക്ടിവയിലോട്ടോ ഡിയാറ്റാണ്. പിന്നെ നമ്മുടെ ബൈക്കും ഒക്കെ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ. നല്ലോട്ട് കഴുകണേ, അത് ഫുള്ള് അതിനകത്ത് അഴുക്കാം. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭ്രാന്താ. എനിക്ക് ഇറങ്ങണമെന്നുണ്ട് ഗായ്സ്. പിന്നെ ഞാൻ വിചാരിച്ചിട്ട് കഴിയട്ടെ, അവന്മാരുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നോക്കടാ, അതായല്ല സൂക്ഷിച്ച് നോക്കിയാൽ കാണാം കുഞ്ഞു കുഞ്ഞു മീനുകൾ കാണുന്നുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാട്ടോ. നോക്കാനൊന്നും പറ്റത്തില്ല, വീട്ടിൽ നോക്കാം. ജസ്റ്റ് വെള്ളം തോരട്ടാ. അവിടെ ഇതൊന്ന് നൂത്ത് വെക്കുന്നല്ലോ അല്ലേ? അവിടെ വെള്ളം കട്ടിയിരിക്കും. അവിടെ മറ്റേ ഇവിടുത്തെ മണ്ണങ്ങ് പിടിക്കുന്നതിനകത്ത് അത് ലാസ്റ്റ് അല്ലേ ഒന്നുകൂടെ മുക്കി അതിനെ മണ്ടലോടം കിട്ടുന്ന മതി. നീ എന്ത് ചെയ്യാൻ പോവാ? നിങ്ങൾ എന്ത് ഉപയോഗിച്ചാണ് വണ്ടി കഴുകുന്നത്? തോട്ടിലെ വെള്ളം മൊത്തം നീ എടുക്കുവേ. ചെല്ലടത്തു സീരിനകത്തൊന്നും വല്ലാണ്ട് ഒഴിക്കല്ലേടാ. വെയില് പോയി കഴിഞ്ഞാലേ പിന്നെ ഉണങ്ങാൻ പാടായിരിക്കും അതൊക്കെ.
അതിനി ഓഹോ അങ്ങനെ അതങ്ങ് അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും കെട്ടി നോക്ക്. അകത്ത് കൂടെ ഒക്കെ എടുത്ത് കെട്ടി വെക്കത്തില്ലേ, അതേപോലെ എടുത്ത് കെട്ടി വെക്ക്. നിനക്ക് അവൻ പുതിയ ബക്കറ്റ് കൊണ്ട് വന്നോടാ, നീ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണ്ടാന്ന്. ഓ ഈ 2 എണ്ണം എന്തുപയോഗിച്ചാ കഴുകുന്നൊന്ന് കാണിച്ചു കൊടുക്കടാ. അങ്ങനെ കാണിച്ചേ, കണ്ടില്ല. വണ്ടി കഴുകുന്ന ഷാമ്പു. അയ്യോ കാണുന്നില്ലടാ, സൂം ചെയ്ത് അതുകൊണ്ടാ. ഓക്കെ ഓക്കെ, അത് യൂസ് ചെയ്തിട്ടാട്ടോ കഴുകണത്. ഏതാ ഇതോ? ഇവിടെ സത്യത്തിൽ ഈ സാധനം കൊണ്ടൊരു അഭിഷേകമാണല്ലോ. ഈ കവറുകൾ നമുക്ക് എത്ര ഉണ്ടെന്ന്. വണ്ടി എല്ലാവരും ഇതുകൊണ്ടായിരുന്നു. മാറ്റിയിട്ട് ഞാനിവിടെ ഒരു ലേക്കർ റോൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കളഞ്ഞു. ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം ഗൈസ്. ഭയങ്കര നല്ല കാറ്റും എന്താ പറയുക, ഒരു തണലുള്ള ഒരു അന്തരീക്ഷം കേട്ടോ. വെള്ളവും ബാക്കിൽ കൂടി തോടും, രസമുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു ഇത് ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലില അമ്പലത്തിൻ്റെ അടുത്താണ് കേട്ടോ. എന്നെ ഒരാൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഗൈസ്. കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങ് ദൂരെ കാണിച്ചു തരാം. രൂക്ഷമായി നോക്കിക്കൊണ്ട് കണ്ടോ നോക്കുന്നുണ്ടോ അവൻ? അവനാണ് അവളാന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എന്നെ രൂക്ഷമായി നോക്കുന്നുണ്ട്. ഇതാട്ടോ മേലില സ്കൂള്. എൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ ഇത്. ഇതാണ് സ്കൂള്. ഇത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന വഴി. ഇതിൻ്റെ തൊട്ട് ഈ വളവ് കഴിഞ്ഞിട്ടാണ് കേട്ടോ മേലില അമ്പലം. ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ മതി. നമ്മളുടെ ഇതുവഴിയാട്ടോ വന്നത്. നമ്മുടെ വീട് ഇവിടെ അടുത്താട്ടോ. ഇതുവഴിയാണ് വന്നത്. എനിക്കറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ഡേറ്റ് എടുത്തോണ്ടാട്ടോ വന്നപ്പോൾ പകുതിക്ക് വെച്ചപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കുറവ്. ഞാൻ എടുക്കത്തില്ല. അങ്ങനെ കുറേ നാളായി ഞാൻ എടുത്തിട്ട്. അപ്പോൾ എനിക്ക് പേടിയെന്ന്. ഞാൻ വഴിയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞാൽ എടുക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അവന്മാർ വന്ന് തിരിച്ചു വന്നിട്ട് വണ്ടി രണ്ടും എടുത്തുകൊണ്ട് വന്നു. അതാട്ടോ വീഡിയോസ് ഒന്നും കാണിക്കാൻ പറ്റാഞ്ഞത്, എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ. നമ്മൾ ഈ കാണുന്ന വഴിയുടെ കുറച്ചും കൂടി ചെല്ലുമ്പോഴാട്ടോ മേലിൽ അമ്പലം ഉള്ളത്. നമ്മൾ ഈ വണ്ടിക്കുട്ടന്മാരെല്ലാം ഒന്ന് കഴുകിയിട്ട് തിരിച്ച് വീട്ടിൽ പോയിട്ട് നമുക്ക് കൊട്ടാരക്കര വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ഇവന്മാരെല്ലാം ഇനി ഉണക്കി കിട്ടണം. വണ്ടി ഫുള്ള് ഭയങ്കര ചെളി അഴുക്കുമായിരുന്നു. അപ്പോൾ അവർ നമ്മൾ ഇന്ന് പോയി തരുന്നത്. അപ്പോൾ ഇന്നലെ എല്ലാവർക്കും ലീവില്ല. ഇന്നലെ അല്ല, ഇന്ന് ആർക്കും ലീവില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ലീവ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചെന്ന് ഇന്നലെ പോയി വൈകിട്ട് ചെന്ന് വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ വണ്ടി എടുക്കാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ വണ്ടി എടുക്കാൻ വന്നു, കുഴപ്പമൊന്നുമില്ല എന്ന്. അങ്ങനെ ഇന്നലെ ചെന്ന് വണ്ടി എടുത്ത്. അപ്പോൾ അവർ ഇന്നാണ് വാഷ് ചെയ്യാനൊക്കെ പറഞ്ഞ് അവർ ഏറ്റിരുന്നത് ഇന്നാണ്. അപ്പോൾ അവർ ഇന്നലെ പോയി എടുത്തുകൊണ്ട് നമുക്ക് വാഷൊന്നും അവർ ചെയ്ത് തന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ തന്നെ വാഷ് ചെയ്യാം, അത് കുഴപ്പങ്ങളൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് വെള്ളം. അപ്പം നമുക്ക് തന്നെ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ച് ജസ്റ്റ് കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ. അപ്പോൾ നമ്മൾ വിചാരിച്ച് തോട്ടിൽ വന്നിട്ട് കഴുകാം. അങ്ങനെ കഴുകുന്ന കേട്ടോ. പിന്നെന്താ ഇന്നലെ നമുക്കൊരു പണി കിട്ടിയെന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീസൽ ജസ്റ്റ് ഒന്ന് ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ വണ്ടി കൊണ്ടുപോയിട്ട് അവിടെ കാണിച്ചു. എന്തോ കേബിളെന്തോ ഊരി കിടക്കും, അങ്ങനെ എന്തോ ആയിരുന്നു.
അങ്ങനെ അത് ശരിയാക്കി കൊണ്ടുവന്ന് നമ്മളിപ്പോൾ അത് കഴുകി എല്ലാം സെറ്റാക്കിയിട്ട് വീട്ടിലോട്ട് പോകാൻ പോവാം. അങ്ങനെ ഇവന്മാരുടെ കഷ്ടപ്പാടിനൊടുവിൽ ബൈക്ക് എടുത്ത് ഇവിടെ ഇറക്കി കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത് അതുകൊണ്ടാണ്. ഞാനും കൂടി ഒന്ന് പിടിക്കാൻ സഹായിക്കാൻ നിന്നു. എന്താ എന്താ എന്തെങ്കിലും നോക്കണേ? ഒരു പോസ്റ്റ് തരൂന്നേ. സുന്ദരിയാ. ഒരാള് ദേ ഇവിടെ ഡേറ്റ് എഴുതുന്നു, ഒരാള് ദേ അവിടെ ബൈക്ക് എഴുതുന്നു. ഇവർ രണ്ടുപേരും കൂടി ഇവനെ കുളിച്ച് കുട്ടപ്പനാക്കി ഉണക്കാനിട്ടേക്കുന്നു. സുന്ദരനായോ? അതെ, എല്ലാവരും കഴുകി വൃത്തിയാക്കി നമ്മൾ നല്ലോണം ക്ഷീണിച്ചിട്ടോ. ഞാൻ കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോയതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇമാർ രണ്ടും കൂടി ആട്ടോ ചെയ്തത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവാണ് കേട്ടോ.